ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസ്പൈറ്റ് ബീയിങ് ആൻഡ് ഡിസ്പൈറ്റ് ഹാവിങ്. ഈ രണ്ട് ഫ്രേസസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈ രണ്ട് ഫ്രേസസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഫ്രേസസും ഉപയോഗിക്കുന്നത് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ഒക്കെ കാണിക്കാനാണ്. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യം കാണിക്കുന്നതിനാണ്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് കാണിക്കുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്പൈറ്റ് ബീയിങ് എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴാണ്. ഇപ്പോൾ സുഖമില്ലാതിരിക്കുക എന്നത് നമ്മുടെ ഒരു കണ്ടീഷനാണ്, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് ഇൽ എന്ന് പറഞ്ഞാൽ സുഖമില്ലാതിരുന്നിട്ട് കൂടി, എന്നിട്ടും, അങ്ങനെ ആയിരുന്നിട്ടും. ഇപ്പോൾ സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ജോലിക്ക് പോകാൻ പാടില്ല, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ. അപ്പോൾ സുഖമില്ലാതിരുന്നിട്ടും അവൻ ജോലിക്ക് പോയി. ഡിസ്പൈറ്റ് ബീയിങ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സുഖമില്ലാതിരുന്നിട്ടും. അതല്ലെങ്കിൽ ആരോഗ്യവാനായിരുന്നിട്ടും എന്നാണെങ്കിലോ ഡിസ്പൈറ്റ് ബീയിങ് ഹെൽത്തി. നല്ല ഉയരമുള്ള, നല്ല ടോൾ ആയിരുന്നിട്ടും എന്നാണെങ്കിലോ ഡിസ്പൈറ്റ് ബീയിങ് ടോൾ. വളരെ ഓണസ്റ്റ് ആയിരുന്നിട്ടും എന്നാണെങ്കിലോ ഡിസ്പൈറ്റ് ബീയിങ് ഓണസ്റ്റ്. സത്യസന്ധനായിരുന്നിട്ടും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കില്ലേ? അങ്ങനെ ആയിരുന്നിട്ടും, അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെ ഒരു കാര്യം, അതായത് വളരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് നടക്കുന്നത്. അപ്പോഴാണ് ഈ ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കുന്നത്. ഡിസ്പൈറ്റ് ബീയിങ് പവർഫുൾ എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ആയിരുന്നിട്ടും. അപ്പോൾ ഈ പവർഫുൾ ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, അതല്ലെങ്കിൽ സുഖമില്ലാതിരിക്കുക, നല്ല പൊക്കമുണ്ടായിരിക്കുക, നല്ല സ്ട്രോങ് ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതൊരു കണ്ടീഷനാണ്. അവിടെയാണ് നമ്മൾ ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കേണ്ടത്. ഡിസ്പൈറ്റ് ബീയിങ് ഹെൽത്തി, ഡിസ്പൈറ്റ് ബീയിങ് എ ഹെൽത്തി പേഴ്സൺ, അങ്ങനെ പറയാം. അപ്പോൾ ഒരു അജക്റ്റീവ് നമുക്ക് ഉപയോഗിക്കാം. ഡിസ്പൈറ്റ് ബീയിങ് ഹെൽത്തി എന്ന് പറയുമ്പോൾ അത് ഒരു അജക്റ്റീവാണ്, അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഹെൽത്തി പേഴ്സൺ ആയിരുന്നിട്ട് കൂടി, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഡിസ്പൈറ്റ് ബീയിങ് എ ഹെൽത്തി പേഴ്സൺ. ഡിസ്പൈറ്റ് ബീയിങ് സ്ട്രോങ്, ഡിസ്പൈറ്റ് ബീയിങ് എ സ്ട്രോങ് പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സുഖമില്ലാതിരുന്നിട്ടും അവൻ ഓഫീസിൽ പോയി. ഡിസ്പൈറ്റ് ബീയിങ് ഇൽ ഹി വെൻറ്റ് ടു ഓഫീസ് യെസ്റ്റർഡേ. സുഖമില്ലാതിരുന്നിട്ട് കൂടി അവൻ ഇന്നലെ ഓഫീസിൽ പോയി. ഡിസ്പൈറ്റ് ബീയിങ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹി വാസ് ടോക്കിംഗ് റൂഡ്ലി. ഡിസ്പൈറ്റ് ബീയിങ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹി വാസ് ടോക്കിംഗ് റൂഡ്ലി. അവനൊരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിരുന്നിട്ട് കൂടി എന്താണ് ഉണ്ടായത്? ഹി വാസ് ടോക്കിംഗ് റൂഡ്ലി. വളരെ റൂഡായിട്ടാണ് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സണിൽ നിന്നും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വളരെ വിപരീതമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് അതിൻ്റെ നോക്കാം. ഡിസ്പൈറ്റ് ബീയിങ് ടയേർഡ് ഐ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. ടയേർഡായിരുന്നിട്ടും ഞാൻ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു. Despite being a beginner, she won the competition. Despite being a beginner എന്നാൽ ബിഗിനർ ആയിരുന്നിട്ട് കൂടി, ബിഗിനർ ഒരു തുടക്കക്കാരൻ ആയിരുന്നിട്ട് കൂടി, she won the competition. അവൾ കോമ്പറ്റീഷനിൽ വിജയിച്ചു. ബിഗിനർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, ഒരു തുടക്കക്കാരൻ ആയിരിക്കുക. Despite being a beginner, she played a great game of tennis. ഒരു തുടക്കക്കാരി ആയിരുന്നിട്ട് പോലും അവൾ ടെന്നീസ് നല്ല ഒരു ഗെയിം തന്നെ കളിച്ചു. വേറൊരു സെൻറ്റൻസ് നോക്കൂ. Despite being a small town, it has a lot of cultural attractions. ഒരു ചെറിയ ടൗൺ ആയിരുന്നിട്ട് കൂടി it has എ ലോട്ട് ഓഫ് കൾച്ചറൽ അട്രാക്ഷൻസ്. പലതരത്തിലുള്ളവരെയൊക്കെ അവിടേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഡിസ്പൈറ്റ് ബീയിങ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഐ എൻജോയ്ഡ് സ്റ്റഡിയിങ് മാത്തമാറ്റിക്സ്. ഡിസ്പൈറ്റ് ബീയിങ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരുന്നിട്ട് കൂടി
മാത്തമാറ്റിക്സ് പഠിക്കുക എന്നത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഡിസ്പൈറ്റ് ബീയിങ് എ റെയിനി ഡേ വി സ്റ്റിൽ ഹാഡ് എ ഗ്രേറ്റ് ടൈം അറ്റ് ദ പാർക്ക്. ഒരു മഴയുള്ള ഒരു ദിവസം, റെയിനി ഡേ ആയിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് പാർക്കിൽ വളരെ നല്ല ഒരു ടൈം ആയിരുന്നു. പാർക്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നർത്ഥം. സാധാരണ ഒരു റെയിനി ഡേ ആവുമ്പോൾ നമുക്ക് അത്ര അധികം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നിട്ട് പോലും എൻജോയ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഡിസ്പൈറ്റ് ബീയിങ് ഇൻജുവേർഡ് ഹി സ്റ്റിൽ മാനേജ് ടു ഫിനിഷ് ദ മാരത്തൺ. ഇൻജുവേർഡ് ആയിപ്പോയെങ്കിലും, ഇൻജുവേർഡ് ആയിരുന്നെങ്കിലും, ഇൻജുവേർഡ് മീൻസ് മുറിവേറ്റെങ്കിലും എന്ത് സംഭവിച്ചു? ഹി സ്റ്റിൽ മാനേജ് ടു ഫിനിഷ് ദ മാരത്തൺ. മാരത്തൺ ഫിനിഷ് ചെയ്യുക തന്നെ ചെയ്തു. ഹി സ്റ്റിൽ മാനേജ്ഡ് ടു ഫിനിഷ് ദ മാരത്തൺ. അപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് മനസ്സിലായല്ലോ. ഇനി ഡിസ്പൈറ്റ് ഹാവിങ് എന്നുപയോഗിക്കുന്നത് എവിടെയാണ്? ഇതും കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കാണിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കുന്നത് പോലെ അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരു സ്റ്റേറ്റ് ഒക്കെ കാണിക്കാനല്ല ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിക്കുന്നത്. അത് ഒരു പൊസഷൻ കാണിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ഹാവിങ് എ കാർ എന്ന് പറഞ്ഞാൽ ഒരു കാർ ഉണ്ടായിരുന്നിട്ട് കൂടി എന്നാണ്. ഡിസ്പൈറ്റ് ഹാവിങ് എ ബിഗ് ഹൗസ്, ഒരു വലിയ വീട് ഉണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ബീയിങ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി എന്നൊക്കെയാണ്. അവിടെ ആദ്യം നമ്മൾ ഡിസ്പൈറ്റ് ബീയിങ് ഉപയോഗിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നിട്ട് കൂടി, സുഖമില്ലാതിരുന്നിട്ട് കൂടി എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഡിസ്പൈറ്റ് ഹാവിങ് ഉപയോഗിക്കുന്നത് കാർ ഉണ്ടായിരുന്നിട്ട് കൂടി, പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി, വലിയ വീടുണ്ടായിരുന്നിട്ട് കൂടി എന്നൊക്കെയാണ്. അപ്പോൾ ഡിസ്പൈറ്റ് ഹാവിങ് ഉപയോഗിക്കുമ്പോൾ അത് പൊസഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ട് കൂടി. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുണം തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ട് കൂടി പിന്നെയും തെറ്റുകൾ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡിസ്പൈറ്റ് ഹാവിങ് ഉപയോഗിക്കുന്നത്. ഡിസ്പൈറ്റ് ഹാവിങ് പവർ, അതായത് പവർ ഉണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് നോളേജ്, അറിവുണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് സ്ട്രെങ്ത്, നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി ഹീ ഡസൻറ്റ് പർച്ചേസ് ഗുഡ് ക്ലോത്ത്സ്. ഒരുപാട് പൈസ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം നല്ല ക്ലോത്ത്സ് ഒന്നും പർച്ചേസ് ചെയ്യാറില്ല. ഹീ ഡസൻറ്റ് പർച്ചേസ് ഗുഡ് ക്ലോത്ത്സ്, ഹീ ഡസൻറ്റ് ബൈ ഗുഡ് ക്ലോത്ത്സ്. ഡിസ്പൈറ്റ് ഹാവിങ് എ കാർ ഹീ ഗോസ് ടു ഓഫീസ് ഓൺ ഫുട്ട്. അവന് ഒരു കാർ ഉണ്ടായിരുന്നിട്ട് കൂടി അവൻ ഓഫീസിലേക്ക് പോകുന്നത് നടന്നിട്ടാണ്. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡിസ്പൈറ്റ് ഹാവിങ് ഓൾ ദ റിസോഴ്സസ് ദ പ്രോജക്റ്റ് ഫെയിൽഡ്. എല്ലാത്തരം റിസോഴ്സസും ഉണ്ടായിരുന്നിട്ട് പോലും ആ പ്രോജക്റ്റ് ഫെയിലായി എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും, എല്ലാ റിസോഴ്സസും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകേണ്ടതാണ്. പക്ഷേ അത് ഒരു പരാജയമായിരുന്നു. ഡിസ്പൈറ്റ് ഹാവിങ് ഓൾ ദ റിസോഴ്സസ് ദ പ്രോജക്റ്റ് ഫെയിൽഡ്. ഡിസ്പൈറ്റ് ഹാവിങ് ഓൾ ദ നെസസറി ക്വാളിഫിക്കേഷൻസ് ഷീ ഡിഡൻറ്റ് ഗെറ്റ് ദ ജോബ്. ഡിസ്പൈറ്റ് ഹാവിങ് ഓൾ ദ നെസസറി ക്വാളിഫിക്കേഷൻസ്, ആവശ്യമായ എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരുന്നിട്ട് കൂടി ഷീ ഡിഡൻറ്റ് ഗെറ്റ് ദ ജോബ്, അവൾക്ക് ജോലി കിട്ടിയില്ല. എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു ജോലി കിട്ടുക എന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷേ ഇവിടെ എന്നിട്ടും ജോലി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഡിസ്പൈറ്റ് ഹാവിങ് എ സ്ട്രോങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദ പ്രോഡക്റ്റ് ഡിഡൻറ്റ് സെൽ വെൽ. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രോഡക്റ്റ് അതിങ്ങനെ വിറ്റഴിക്കാൻ സാധിച്ചില്ല. ദ പ്രോഡക്റ്റ് ഡിഡൻറ്റ് സെൽ വെൽ, നന്നായിട്ട് വിറ്റഴിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഡിസ്പൈറ്റ് ഹാവിങ് എ സ്ട്രോങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദ പ്രോഡക്റ്റ് ഡിഡൻറ്റ് സെൽ വെൽ. ഡിസ്പൈറ്റ് ഹാവിങ് ഓൾ ദ നെസസറി ഡോക്യുമെൻറ്റ്സ് ഐ സ്റ്റിൽ ഹാഡ് ട്രബിൾ അറ്റ് കസ്റ്റംസ്. എല്ലാ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരുന്നിട്ട് കൂടി ഐ സ്റ്റിൽ ഹാഡ് ട്രബിൾ അറ്റ് കസ്റ്റംസ്, കസ്റ്റംസിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാണ്. ഇപ്പോൾ ഡിസ്പൈറ്റ് ബീയിങ് അതുപോലെ ഡിസ്പൈറ്റ് ഹാവിങ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ. ഡിസ്പൈറ്റ് ബീയിങ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനാണ്. ഡിസ്പൈറ്റ് ഹാവിങ്
ഫോക്കസ് ചെയ്യുന്നത് പൊസഷനെയാണ്. ഡിസ്പൈറ്റ് ബീയിങ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് ഗുഡ് ഹെൽത്ത്, നല്ല ഹെൽത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ബീയിങ് പവർഫുൾ ആയിരുന്നിട്ട് കൂടി. ഡിസ്പൈറ്റ് ഹാവിങ് പവർ ഉണ്ടായിരുന്നിട്ട് കൂടി. നോക്കൂ, ബീയിങ്ങിൻ്റെയും ആ ഒരു ഹാവിങ്ങിൻ്റെയും തമ്മിലൊരു ഡിഫറൻസ് നോക്കൂ. ഡിസ്പൈറ്റ് ബീയിങ് ആൻ ഓണസ്റ്റ് പേഴ്സൺ, ഡിസ്പൈറ്റ് ബീയിങ് ഓണസ്റ്റ്, ഡിസ്പൈറ്റ് ബീയിങ് റിച്ച്, ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ ഡിസ്പൈറ്റ് ഹാവിങ് അതുപോലെ ഡിസ്പൈറ്റ് ബീയിങ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായല്ലോ.